Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിക്കവിടെ. ഏയ് നിക്ക ഞാനും നിന്റെ കൂടെ വരാം. എന്താ കാറ്റിങ്ങനെ വേഗത്തിൽ അടിക്കുന്നത്? അല്ല പിള്ളേരെ, എന്ത് പറ്റി? എന്തിനാ ട്രെയിനിന്റെ പുറകിൽ ഓടുന്നത്? ഞങ്ങളുടെ അച്ഛൻ അമ്മ ആ ട്രെയിനിന്റെ ഉള്ളിലുള്ളത്. ഞങ്ങൾ ട്രെയിനെ മിസ് ചെയ്തു അങ്കിൾ. ഞങ്ങൾ കാറ്റാടി എടുക്കാൻ ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങിയതാ. ട്രെയിൻ ഞങ്ങളെ വിട്ടു പോയി. എന്റെ പേരാണ് മോട്ടു. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ആട്ടെ, നിങ്ങളുടെ പേരെന്താണ് മക്കളെ? എന്റെ പേര് മാൻസി തിവാരി. എന്റെ പേര് ആകാശ് പാണ്ഡെ എന്നാണ്. ഓക്കെ മാൻസി ആൻഡ് ആകാശ്, വരൂ സൈക്കിളിലോട്ട് ഇരിക്കേ. നമുക്ക് വേഗം ചെന്ന് ട്രെയിനിനെ പിടിക്കാം. എന്റെ മോട്ടോ സൈക്കിളിൽ പോയിട്ടൊന്നും ട്രെയിൻ പിടിക്കാൻ പറ്റില്ല. എന്റെ പത്ലു, വേറെ വഴിയൊന്നുമില്ല. ദേ കണ്ടില്ലേ, ട്രെയിൻ നമ്മുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. പൊന്നു പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ. മോട്ടു, എന്റെ മോട്ടു, ഞങ്ങളൊന്നും കേറിയിട്ടില്ല. സോറി സോറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കും. നിങ്ങൾ സൂപ്പർ ഹീറോ ആണ് അങ്കിൾ. ഒന്നുകൂടെ സ്പീഡില് മോട്ടു, ഒന്നുകൂടെ സ്പീഡില്. മോട്ടു, നീ വേറെ ട്രാക്കിൽ കൂടെയാ പോകുന്നത്. സോറി. എന്താ ചെയ്യുന്ന മോട്ടു? കുട്ടികളെ അവരുടെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് അയക്കേണ്ടത്, അല്ലാതെ മേലെയുള്ളവന്റെ അടുത്തേക്കല്ല. ഇല്ല, കുറച്ച് വേഗത്തിൽ. സോറി മക്കളെ, സൈക്കിളും ചതിച്ചതാ. പരിശ്രമിക്കുന്നവർ തോൽക്കാറില്ല മോട്ടു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അത് നോക്ക് അങ്കിൾ. അങ്കിൾ
നിങ്ങൾക്ക് അത് ഓടിക്കാൻ അറിയോ? പറയൂ അങ്കിൾ. വരൂ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇതിനെ എങ്ങനെ സ്പീഡിൽ ഓടിക്കും? എന്റെ സമൂസയൊക്കെ തീർന്നു പോയല്ലോ. ഐഡിയ, അവരുടെ അടുത്തേക്ക് ചെല്ല്. ചേട്ടാ, ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ട്രെയിനിനകത്താണ്. ഈ കുട്ടികൾ താഴെ ഇറങ്ങിയപ്പോ ട്രെയിന് പോയെന്നാ പറഞ്ഞ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നോക്കൂ, കാർ പഞ്ചറാ. കാറ് തന്ന് സഹായിക്കാൻ പറ്റില്ല. വേറെന്ത് സഹായം വേണ്ടേ? മോട്ടു, ഓർമ്മയുണ്ടോ നമ്മൾ ഒരു പ്രാവശ്യം കാർ മെക്കാനിക്കിന്റെ ഗാരേജിൽ വർക്ക് ചെയ്തത്? വാ, വേഗം പണി തുടങ്ങാം. മോട്ടു അങ്കിൾ, പൊളിച്ചേ, പൊളിച്ചേ. മോട്ടു അങ്കിൾ, ഫോർവേഡ് പോകട്ടെ. സഹായിച്ച അങ്കിളിന് നന്ദി. അയ്യോ നിക്ക്, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇതല്ല. എന്റെ ഇഞ്ചിൻ. ചിങ്കം സാറ്, ശ്രദ്ധിച്ച് കേൾക്ക്. ചെല്ല്. എന്റെ അമ്മോ, അത് നന്നായി. വെരി ഗുഡ്, വെരി ഗുഡ്. ചിങ്കം സാർ, ട്രെയിൻ വളരെ ദൂരത്തിലാണ്. അടുത്ത 22 മണിക്കൂർ എവിടെയും സ്റ്റോപ്പില്ല. നോൺ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഇതിനെ നിർത്താൻ കഴിയോ? ഞാൻ കമൽപൂരിലേക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ട്രാക്ക് കമൽപൂർ ബൈപ്പാസ് വഴി വരാതെ വേറെ വഴിക്കാണ് പോകുന്നത്. എന്തായാലും നിങ്ങളുടെ വണ്ടി നിർത്താൻ ഞാൻ ശ്രമിക്കാം. ഡോക്ടർ ജഡ്കക്ക് ഇൻഫർമേഷൻ കൊടുക്ക്. പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഫ്ലൈയിങ് കാറായിട്ട് വന്നേക്കും. ഓക്കെ പത്ലു, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാം. ഏയ്, ഏയ്. ട്രെയിൻ നിർത്തുമോ? തീർച്ചയായിട്ടും നിർത്തും. ഇന്ത്യൻ ഡ്രൈവേഴ്സിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. റെഡ് ഫ്ലാഗ് കണ്ടാൽ അപ്പൊ തന്നെ ട്രെയിൻ നിർത്തിക്കൊള്ളണമെന്ന്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാനാ പറയുന്നത്, വണ്ടി നിർത്ത്. ഇന്ത്യ നിയമമാണ് സത്യം. അതെ, അങ്ങോട്ട് നോക്കിക്കേ. റെയിൽവേ ട്രാക്കിൽ കൊള്ളക്കാര് നിൽക്കണ്. ചുമന്ന കൊടി കാണിച്ച് ട്രെയിൻ നിർത്താൻ ശ്രമിക്കുകയാണ്. നിർത്തല്ലേ ഗണേശ, സ്പീഡ് കൂട്ടിയേരെ. എന്റെ അമ്മോ, ഈ വണ്ടി നമ്മുടെ മീതെ കേറി പോ. ഓടിക്കോ. എനിക്ക് തോന്നുന്നു ഇവരെ പഠിപ്പിച്ചിട്ടില്ലെന്ന്. ചുമന്ന ഫ്ലാഗ് കാണിച്ച ഡേഞ്ചർ ആണെന്ന്. നിർത്ത്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്താ സാറ്, സത്യം പറയുന്നതിൽ നല്ലത് റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ ഓടുന്നതാ. അല്ലെങ്കിൽ ട്രെയിൻ സാറിന്റെ പുറത്തുകൂടെ ഓടിക്കളയും. എന്നിട്ട് സാറ് മേളത്തെ ആളുടെ അടുത്ത് പോയിട്ട് റെഡ് ഫ്ലാഗ് കാണിച്ചോണ്ടിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. എന്റെ അമ്മോ. ഓ ചങ്ക്, ഇതുപോലൊരു കാർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതെ, ഓളിക്കട്ടല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു കാറ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പൊളിച്ചേ. എന്റെ വലിയേട്ട, ഒരേ സമയത്ത് ദേ നമ്മള് രണ്ടുപേരും. നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് പോകാനുള്ള സമയമായിരിക്കുന്നു. അമ്മയുടെ അച്ഛന്റെ അടുത്ത് പോകാനുള്ള സമയമല്ല, മുകളിലുള്ളവന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമാ വന്നിരിക്കുന്നേ. കാറ് മുകളിലേക്ക് പറപ്പിക്കേ. ഓളിക്കടുത്ത്
വലിയേട്ടാ, ഇത് ആകാശ് പാണ്ഡെയാണ്. പിന്നെ ഇത് മാൻസി തിവാരിയും. ഇവരെ ഇവരുടെ അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഹാ, ഓക്കെ ബോസ്, അങ്ങനെ ആവട്ടെ. താങ്ക് യു വെരി മച്ച് അങ്കിൾ. പതുക്കെ, നിങ്ങളുടെ അച്ഛനും അമ്മയും എഴുന്നേൽക്കും. ഓക്കെ, ബൈ. ബൈ അങ്കിൾ, ബൈ. ഓഹോ, മാൻസി നീ ഇനി ഉറങ്ങിയില്ലേ? ഇല്ല മമ്മി, ഞാനും ആകാശും മോട്ടുപത്തിലും അങ്കിളിന്റെ കൂടെ ഒരു അഡ്വഞ്ചറിന് പോയിട്ട് വന്നതാ. സത്യല്ലേ ആകാശ്? ആ, അഡ്വഞ്ചറോ? അതെ മമ്മി, ഇതേപോലുള്ള അഡ്വഞ്ചർ ഞങ്ങൾക്ക് മറക്കാനേ കഴിയില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.